കോഴിക്കോട് കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 16-കാരൻ മരിച്ചു. കൊരയങ്ങാട് സ്വദേശി അനീഷിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എം മുബാറക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബാറക്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിശദാംശം. രജീഷ്, അങ്ങേയറ്റം ദാരുണമായ ഒരു വാർത്തയാണ് കൊയിലാണ്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. കൊയിലാണ്ടി കൊരയങ്ങാട് സ്വദേശിയായിട്ടുള്ള അനീഷ് എന്നയാളുടെ മകൻ അദ്വൈതാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കൊരു 3:30-ഓടെ ഈ അവരുടെ വീടിനടുത്ത് ഉള്ള ഈ കൊരയങ്ങാട് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു മൈതാനത്ത് ഇവർ പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അപകട കാരണം ആയി പറയുന്നത് ഈ അദ്വൈത് സ്റ്റീൽ പാത്രത്തിൽ പടക്കം വെച്ച് അത് ഈ ഗുണ്ടാണ് പൊട്ടിച്ചത് എന്നുള്ളതാണ്. അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ പടക്കം പൊട്ടിയ ആഘാതത്തിൽ ഈ സ്റ്റീൽ പാത്രം തകരുകയും അതിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ, അതിന്റെ ചീളുകൾ ശക്തമായി അദ്വൈതിന്റെ ദേഹത്ത് വന്ന് പതിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അപകടമുണ്ടാവുന്നത്. ശരീരത്തിന്റെ ഈ ചീളുകൾ തറച്ചു കയറിയതിനെ തുടർന്നുണ്ടായ രക്തസ്രവമാണ് കാരണമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അപകടം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് അദ്ദേഹത്തിനെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. നിലവിൽ മൃതദേഹം അവിടെ കോഴിക്കോട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ, കൊയിലാണ്ടിയിൽ തന്നെയുള്ള താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കൊരയങ്ങാട് തെരുവിലെ ഇടക്കോടൻ വീട്ടിൽ അനീഷ് എന്നയാളുടെ മകനാണ് അദ്വൈത്. 16 വയസ്സുകാരനാണ്. ഉത്സവകാലമായതിനാൽ കുടുംബക്കാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ കുട്ടികൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഘോഷങ്ങൾക്കിടയിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. രജീഷ്. ശരി മുബാറക്.